എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് വളരെ കുപ്രസിദ്ധമായ മൂരാട് പാലത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഒരു യാത്രാംഗങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്കിവിടെ ചോദിക്കാവുന്നതാണ്. ഇവിടെ സെമിൽ നമ്മളോട് കൂടെ എത്തിയിട്ടുണ്ട്. സെമിലിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ആരായാം. എത്ര കാലമായി താങ്കളൊരു യാത്ര നടത്തിയിട്ട്? കുറേ കാലമായി. ഈ ടൂറിന് വരാൻ താങ്കൾ ഇങ്ങോട്ട് വെക്കണ, ഞാൻ ഇവിടെ തമാസ്ക്ക് പറയുന്ന, ഈ യാത്രക്ക് വരാൻ താങ്കൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു എന്ന് താങ്കളുടെ ഉമ്മ ഇന്നലെ രാത്രി പറയുകയുണ്ടായി. എന്താണ് അതിനെപ്പറ്റി താങ്കൾക്ക് പറയാൻ? രാത്രി ലേറ്റ് ആകുന്നതുകൊണ്ടാണ്. ലേറ്റ് ആകുന്നതാണ് താങ്കളുടെ പ്രശ്നം. ഉമ്മ ഒരു ചെറിയ കുട്ടിയായാണ് ഇപ്പോഴും സെമിലിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത യാത്രാംഗത്തെ പരിചയപ്പെടാം. നമ്മുടെ 10th ജിയിലെ പ്രമുഖനായ സാരഥി സിദ്ധാർത്ഥ് നമുക്കൊപ്പം ചേരുകയാണ്. സിദ്ധാർത്ഥ്, സ്ഥിരം ഗ്രൗണ്ടിൽ ചെലവഴിക്കാൻ താങ്കൾ എങ്ങനെയാണ് IT ക്ലബ്ബുമായി സഹകരിച്ചത്? കിട്ടിപ്പോയി എന്നുള്ളത് ശരി, പക്ഷേ 2 കൊല്ലം താങ്കൾ എന്ത് ചെയ്യുകയായിരുന്നു? ക്ലാസ്സിൽ വരുന്നു പോകുന്നത്. ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ വരുമെങ്കിലും അദ്ദേഹം നിർമ്മിച്ച പോസ്റ്റർ വളരെ സൂപ്പർ ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റേവർ ഈ നമ്മോടൊപ്പം ചേരുന്നത് 2 ഇരട്ടകളാണ്. അത് 2x2 4 പേരാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇടക്കിടക്ക് മറന്നുപോകും. ഇതിനു മുമ്പ് താങ്കൾ ഏതെങ്കിലും യാത്രയിൽ മുൻപ് എത്ര കാലം മുമ്പാണ് താങ്കൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തത്? ഒരു വർഷത്തിന് മുൻപാണ്. 1 വർഷത്തിന് ശേഷമാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന നമ്മുടെ സ്കൂളിലെത്തിയ പുതിയ അതിഥി ഫാരിസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫാരിസ് സ്കൂളിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന ആദ്യ ഒരു പ്രധാന പഠനേതര പ്രവർത്തനമാണിത്. എന്താണ് താങ്കൾക്ക് സംസാരിക്കാനുള്ളത്? അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടാന്ന് തോന്നുന്നുണ്ടോ? തോട്ടടി വീഡിയോ നല്ല. അടുത്തതായി നമുക്ക് കോങ്ങണാങ്കോട്ട് പാറയിലേക്ക് യാത്ര ചെയ്യാം. യാത്രക്ക് വരാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു സഖാവ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തിനാണ് താങ്കൾ ഒരു മടി കാണിച്ചത്? ബബിൾഗം ചവക്കുന്നതിനിടെ ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്യാം. പറയൂ, എന്താണ് താങ്കൾക്ക് ടൂറിന് വരാൻ ഒരു മടി ഉണ്ടായിരുന്നത്? കാരണം ഇവൻ പറയുന്നതാണ് പ്രശ്നം. വരണ്ടാന്ന് ഈ കുട്ടി, ഇരട്ട സഹോദരന്റെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം വരണ്ടാന്ന് പ്രശ്നം. പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം പറഞ്ഞതാണ്. ഈ വൃത്തികെട്ടവനുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം. അടുത്തതായി സൽമാൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ, നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ ചോദിച്ചറിയാം. വളരെ മോശം അനുഭവമാണ്. ഇനി ടൂർ നന്നാവും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ശുഭപ്രതീക്ഷയാണ് ഇദ്ദേഹം മുന്നിൽ വെച്ച് പുലർത്തുന്നത്. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കാതെ. യാതൊരു താല്പര്യവുമില്ലാതെ ഉമ്മയോട് എന്നോട് 2 കഥകൾ മാത്രം പറഞ്ഞ് ഞാൻ പിടിക്ക് രാത്രി ചീത്ത പറഞ്ഞു കൊണ്ടുവന്ന അടുത്ത ലിറ്റിൽ കൈറ്റ്സ് സംഘം സ്വാലിഹ് നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കൾക്ക് ടൂറിനോട് ഇത്ര ഒരു ദേഷ്യം? എന്തിനാണ് താങ്കൾ വീട്ടിലൊരു കഥയും സ്കൂളിൽ വേറൊരു കഥയും പറയുന്നത്? വെറുതെയാ? നമ്മുടെ യാത്രയിൽ പകുതിയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു യാത്രാംഗം നമ്മോടൊപ്പം ഉണ്ട്. ഇദ്ദേഹത്തിന് പകുതിയിൽ ഇറങ്ങണമെന്നാണ് പറയുന്നത്. തിരിച്ചുള്ള യാത്രയിൽ നമ്മളോടൊപ്പം ഇദ്ദേഹം വരുന്നില്ല. അതുകൊണ്ട് കണ്ണടയിട്ട അദ്ദേഹത്തിന് തൃശ്ശൂരിൽ ഒരു കല്യാണം അടുത്ത ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്താണ് താങ്കളുടെ യാത്രയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? IT പാർക്കിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്? നല്ലതായിരിക്കും. 2 വാക്കിലൊന്നും സംസാരിക്കും. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് സംസാരിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പറയാനില്ലേ? ഒന്നുമില്ല. യാത്ര പയ്യോളിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിത്യചിത്തൻ ലിറ്റിൽ കൈറ്റ്സ് ടീമുമായി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ നമുക്ക് ചോദിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം? കോവിഡ് ആയിരുന്നോ താങ്കളെ യാത്രയിൽ നിന്ന് പിടിച്ചു വെച്ചത്? അതെ, കോവിഡ് ആയിരുന്നു കുറെ കാലം. ഇപ്പൊ കോവിഡ് എല്ലാം മാറിയത് കൊണ്ട് താങ്കൾ വളരെ സന്തോഷമാണ്. അതെ, വളരെ സന്തോഷമാണ്. അദ്ദേഹം
ഇന്നലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ ലിറ്റിൽ കൈറ്റ്സിന്റെ ഈ ടൂറിന് വേണ്ടി, ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടി സെറ്റാക്കുന്ന നമ്മുടെ ഓഡിയോ വിഷ്വൽ ടീമിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇനി നമുക്ക് സ്ത്രീ ജനങ്ങളിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഉറങ്ങാൻ വിടുവല്ലോ. ഇന്ന് 10th നിർമ്മല മാഷ് ക്ലാസ് വെച്ചിട്ടും അവിടെ പോകാതിരുന്ന് ഇവിടെ കൃത്യമായി വന്ന നിർമ്മല മാഷ് ഫിസിക്സ് ക്ലാസ് വേണ്ട, ലിറ്റിൽ കൈറ്റ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ശ്രീനന്ദ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കളുടെ വരൂ, എന്താണ് താങ്കളുടെ മയൂകയും നമ്മോടൊപ്പം ചേരുകയാണ്. 10th നിന്ന് മയൂകയും നമ്മോടൊപ്പം ചേരുകയാണ്. പറയൂ ശ്രീനന്ദ, എന്താണ് താങ്കളുടെ യാത്രാനും പ്രതീക്ഷകൾ? യാതൊരു രീതിയിൽ സംസാരിക്കാനുള്ള ഒരു സന്മനസ് അവർ കാണിക്കുന്നില്ല. എന്താണ് താങ്കളുടെ യാത്രയെ കുറിച്ചുള്ള? എന്നോടാണോ ചോദിക്കുന്നത്? താങ്കളുടെ അഭിപ്രായം? സ്വാലിഹിന് ഇനിയൊന്നും പറയാനുണ്ടോ? നമുക്കിനി ഇവിടെ പാർവണ മുഖംപൊത്തി ഉറങ്ങുകയാണ്. മുഖംപൊത്തി ഉറങ്ങുന്ന പാർവണയോട് എന്താണ്, പ്രിയങ്ക ടീച്ചറാണോ, പിന്നെ പ്രിയങ്ക ടീച്ചർ ഇല്ലായിട്ടാണോ താങ്കൾക്ക് വിഷമം? അതെ, പ്രിയങ്ക ടീച്ചറിനെ കൊണ്ടുവരണമായിരുന്നു. പ്രിയങ്ക ടീച്ചറെയും കൂടി കൊണ്ടുവരണമായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലാസ് ടീച്ചറോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. പ്രിയങ്ക ടീച്ചറെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പാർവണ അഭിപ്രായപ്പെടുന്നത്. വിഷമിക്കല്ലേ നീ? അടുത്തതായി സാനിയ നമ്മോടൊപ്പം ചേരുകയാണ്. ക്യാമ്പിൽ പോലും പങ്കെടുക്കാത്ത സാനിയ ടൂറിന് കൃത്യമായി എത്തിയിരിക്കുകയാണ്. സാനിയോട്, ലിറ്റിൽ കൈറ്റ്സിന്റെ ടൂറിൽ മാത്രം പങ്കെടുക്കാൻ എത്തിയ സാനിയോട് അവരുടെ യാത്രാനുഭവങ്ങൾ നമുക്ക് ചോദിച്ചത്. നല്ല സന്തോഷം. എങ്ങനെയായിരിക്കും സ്നോ ഫാന്റസി പാർക്ക്? ഏത് രീതിയിലായിരിക്കും എന്നാണ് താങ്കളുടെ പ്രതീക്ഷ? അവിടുത്തെ അതിശൈത്യം അത് താങ്ങാനുള്ളൊരു ശരീരപ്രകൃതി താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കായികക്ഷമത തെളിയിക്കാനാണ് ഇവിടെ സാനിയ എത്തിയിരിക്കുന്നത്. നമുക്കിനി ഈ ഭാഗത്തേക്ക് പോകാം. ഇത്രയും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ക്രീനിൽ മാത്രം നോക്കി 2 സന ഫാത്തിമമാർ ഒരേ പേര് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. സന ഫാത്തിമ ആദ്യം അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ്. ഈ ബസ്സിൽ TV ഇല്ലാത്തതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? ചോദ്യം കേൾക്കാതിരിക്കാൻ അദ്ദേഹം വീട്ടിൽ ഇയർബഡ് വെച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും സംസാരിക്കുന്ന സന ഫാത്തിമ CP നമ്മോടൊപ്പം ചേരുകയാണ്. CP മാറ്റി, അദ്ദേഹം പേര് SLC ബുക്കിലേക്ക് മാറ്റിയാണ് വരാൻ പോകുന്നത്. CP ഉണ്ടാവില്ല, CP ഇല്ല. പറയൂ, എന്താ പറയണ്ടേ? ടൂറിനെ പറ്റിയുള്ള താങ്കളുടെ പ്രതീക്ഷകൾ. ഇതുവരെയുള്ള പോണ്ട, ഇത് കേട്ടിന് ഞാൻ. ഇനി താങ്കളുടെ പ്രതീക്ഷ ഏത് രീതിയിലാണ്? കുറച്ച് കഴിഞ്ഞ് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. 2ാം ഘട്ടത്തിൽ നമ്മളോട് പങ്കുവെക്കാം എന്നാണ് പറയുന്നത്. രാവിലെ എന്നോടൊപ്പം യാത്ര ആരംഭിച്ച നജ ഫാത്തിമ നമ്മോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ എത്തുകയാണ്. പാലയോട്ട് നിന്ന് എത്തിയ നജ ഫാത്തിമ ഇതാ താങ്കളോട്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബിനോട് സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് താങ്കളുടെ യാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷ? പ്രിയങ്ക ടീച്ചറെ താങ്കളും മിസ് ചെയ്യുന്നുണ്ടോ? പാർവണ പറഞ്ഞതുപോലെ ഇവരും മിസ് ചെയ്യുകയാണ്. പ്രിയങ്ക ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് വലിയ വിഷമം എന്നാണ് പറയുന്നത്. അടുത്ത ആയിഷ റെനീൻ നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ്. വൈബാക്കാം എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ യാത്രയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? ചട്ടുവപ്പാറ സ്കൂളിൽ നിന്നാൽ ഇവിടെ വരാൻ പറ്റുമായിരുന്നോ? ഇദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബിനോടൊപ്പം ചേർന്നത്. ഇദ്ദേഹം 3 സ്കൂളുകളിലാണ് ലിറ്റിൽ കൈറ്റ്സിന് വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചത്. അതിനിടയിൽ എവിടെയും പോയ ചെമ്പിലോട് പോവുകയും ചെമ്പിലോട് ലിറ്റിൽ കൈറ്റ്സ് ഇല്ല എന്നറിഞ്ഞ് അടുത്ത സ്കൂളായ അഞ്ചരക്കണ്ടി സ്കൂളിലേക്ക് അദ്ദേഹം TC വാങ്ങി എത്തുകയാണ് ഉണ്ടായത്. നമ്മളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ദിയ ഇവിടെ ചേരുകയാണ്. എന്താണ് താങ്കളുടെ യാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? നല്ല ഒറ്റ വാക്കിൽ സംസാരിക്കരുത്. താങ്കൾ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ താങ്കൾ നേരിടേണ്ടി വരും. എന്താണ് താങ്കളുടെ? സംസാരിക്കാൻ വളരെ വിമുഖത കാണിക്കുകയാണ്. ഇവിടെ മെഹജബിൻ സുൽത്താന നമ്മളോടൊപ്പം ചേരുന്നു. എന്ത് പറയൂ മെഹജബിൻ, എന്താണ് ജുനൈദ ടീച്ചറെ താങ്കൾ മിസ് ചെയ്യുന്നുണ്ടോ?
ഒന്നും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. എടാ റെക്കോർഡാകുന്നുണ്ടാ? ഉണ്ടാ? ആ. അടുത്തതായി നമ്മോട് അഭിപ്രായങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ദേവനയാണ്. വളരെ അടുത്താണ് വീട്, എന്നിട്ടും ഒരുപാട് വൈകി മാത്രം എത്തിയ ദേവന. എന്താണ് താങ്കൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയായിരുന്നു ഇത്രയും സമയം ചെലവഴിച്ചത്? ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല, ഞാൻ ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. മെഹജബൻ താങ്കൾക്ക് വേണ്ടി എത്ര സമയം കാത്തിരുന്നു എന്നറിയാമോ? ഒരുപാട് മേക്കപ്പ് ആണ് താങ്കൾ ഉപയോഗിക്കുന്നതെന്നാണ് അച്ഛൻ അഭിപ്രായപ്പെടുന്നത്. എന്താണ് അതിനുള്ള കാരണം? ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ സാരിയൊക്കെ കൊടുത്തിരിക്കട്ടെ. എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത് പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ? അടുത്ത സംഘാംഗം അവിടെ കടന്നുറങ്ങുകയാണ്. ഒരാൾ മാത്രമാണ് ഇപ്പോഴും കടന്നുറങ്ങുന്നത്. അയാൾ എണീപ്പിച്ചാട്ടെ. അയാളുടെ കൂർക്കമ്പലിയുടെ ശബ്ദമാണ് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. അടുത്തതായി ബോംബെയിൽ നിന്ന് എത്തിയ രാഖി ടീച്ചർ നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. 2 വാക്ക് മാത്രം. സ്ഥിരമായി ലേറ്റായി എത്തുന്ന താങ്കൾ എന്താണ് ടൂറിന് മാത്രം വളരെ നേരത്തെ വന്നിരിക്കുന്നത് എന്നാണ് അതറിയാണ്ട് വന്നു പോയതാ. ഞാൻ വിചാരിച്ചു 6:30 ബസ് ഇറങ്ങും. എന്താണ് താങ്കളുടെ യാത്രയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? ബോംബെയിൽ ഇത്ര ബ്ലോക്ക് ഉണ്ടോ ടീച്ചർ? നല്ല ബ്ലോക്ക് ഉണ്ട്. എല്ലാരും അവിടെ ജോലിക്ക് പോകുന്ന സമയം ഇത്. വളരെ ലേറ്റ് ആയാണ് ബോംബെക്കാർ ജോലിക്ക് പോകുന്നത്. 11 ട്രാഫിക്കിനെ ചെല്ലിയാ ലേറ്റ് ആവുന്നത്. ആ ട്രാഫിക് ആണ് കാരണം എന്നാണ് പറയുന്നത്. അടുത്തതായി പ്രമുഖ ഡാൻസറും സ്കൂളിലെ മാത്സ് അധ്യാപകനുമായ പ്രസിൻ സാർ നമ്മോടൊപ്പം സംസാരിക്കാൻ വരികയാണ്. എന്താണ് താങ്കളുടെ യാത്രയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? ഒരു IT പാർക്ക് സന്ദർശിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു. KD കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷമായിരുന്നു, അല്ല ജീവിതാഭിലാഷമായിരുന്നു. നമ്മോടൊപ്പം നമ്മുടെ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനും പ്രമുഖ സഞ്ചാരിയുമായ ശ്രീ സനേഷ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകൾക്കിടയിൽ ലിറ്റിൽ കൈസ് ക്ലബിനോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്താണ് ശ്രീ സനേഷ് മാസ്റ്റർക്ക് ഈ ടൂറിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ? രോഹിത് മാസ്റ്റർ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ട്രിപ്പും അതേപോലെ തന്നെ മനോഹരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, വളരെ ഗംഭീരമായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. വളരെ നല്ല പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. ഏക MSc കമ്പ്യൂട്ടർ സയൻസ് കാരൻ ശ്രീ സച്ചിൻ മാസ്റ്റർ നമ്മളോട് അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുകയാണ്. കുറച്ചു കാലം IT മേഖലയിൽ ജോലി ചെയ്ത താങ്കൾ പിന്നീട് സ്കൂളിൽ വരികയും ഇപ്പോൾ വീണ്ടും ഒരു IT മേഖലയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് താങ്കളുടെ പ്രതീക്ഷ? വളരെ നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാനൊരു വീണ്ടും ഒരു IT കമ്പനിയിലേക്ക് 2 വർഷത്തിന് ശേഷം സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഒരു ഗൃഹാതുരത്വം താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും